വെൽക്കം ടു ഐഫർ എഡ്യൂക്കേഷൻ. അടുത്തൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ UGC നെറ്റ് എക്സാമിൻ്റെ അറബിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിവിധ സെഷനുകളിലൂടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ യൂണിറ്റ് 6 നമ്മളുള്ളത്. ഈ ഒരു സെഷനിൽ നമ്മൾ വഫയാത്ത്, മുറൂജ്, അതുപോലെ അമാലി, ഈ ഒരു 3 ഗ്രന്ഥങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ മുന്നേയുള്ള ഗ്രന്ഥങ്ങളൊക്കെ നമ്മൾ വേറെ സെഷനുകളിലായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്. ഇതിലാദ്യം വരുന്നത് വഫയാത്തുൽ അയാൻ എന്ന് പറയുന്ന ഇബ്നു ഖല്ലിഖാൻ്റെ ഗ്രന്ഥമാണ്. ഇബ്നു ഖല്ലിഖാൻ നമ്മളെപ്പോഴും പറയാറുണ്ട്, ഗ്രന്ഥവും അതിൻ്റെ ഓദറും പരീക്ഷയ്ക്ക് പ്രധാനമാണ്. ഇബ്നു ഖല്ലിഖാൻ ഖാദി അൽ ഖുദാത്ത് ഷംസുദ്ദീൻ ഇബ്നു ഖല്ലിഖാൻ. അപ്പോൾ ഖാദി ഖുദാത്ത് ഷംസുദ്ദീൻ എന്നുള്ളതാണ് അവരുടെ വിളിക്കപ്പെടാറുള്ളത് അല്ലെങ്കിൽ അറിയപ്പെടാറുള്ളത്. യഥാർത്ഥ നാമം അഹമ്മദ് ബിൻ മുഹമ്മദ് ഇബിൻ ഇബ്രാഹിം എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ അവരുടെ ലഖബാണ്. അഹമ്മദ് ബിൻ മുഹമ്മദ്, ഇതാണ് അവരുടെ ഇസ്മലമ്മ എന്ന് പറയുന്നത്. 1211 1282 ജീവിതകാലം. ക്രിസ്തുവർഷം നോക്കുന്ന സമയത്ത് 608 ഹിജറ വർഷം. ഇറാഖിലെ ഇർബൽ എന്ന് പറയുന്ന പ്രദേശത്താണ് അവർ ജനിക്കുന്നത്. ഇറാഖിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ 18ാമത്തെ വയസ്സിൽ 626 അവിടെ നിന്ന് പോകുന്നു. ഇൻതഖലൽ മൂസിൽ, പിന്നീട് മൂസിൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക്, പിന്നീട് അവിടെ തന്നെ അടുത്തുള്ള ഹൽബിലേക്ക്. അങ്ങനെ അവിടെ 2 വർഷം താമസിച്ചു. മറ്റ് സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് അദ്ദേഹം ഇങ്ങനെ സഞ്ചരിച്ചു. അവസാനം അദ്ദേഹം 633 കാലയളവിൽ സിറിയയിലെ ഷാമിലെ ദിമഷ്ക് എന്ന് പറയുന്ന പ്രദേശത്ത് നിലയുറപ്പിച്ചു. അദ്ദേഹം ഈജിപ്തിലെ വിവിധ നാടുകളിലൊക്കെ വന്നിട്ടുണ്ട്. അദ്ദേഹം ബദറുദ്ദീൻ അസ്സഹാബിയുടെ നായിബായിട്ട് ഖാദിസ്ഥാനത്തുണ്ടായിരുന്നു. പിന്നീട് 2 തവണ ഷാമിലെ ഖാദിസ്ഥാനം അദ്ദേഹം ഏറ്റെടുക്കുകയും പിന്നീട് മുന്നസിലാവുകയും ചെയ്തു. ബറാമിക്കയിലേക്കാണ് അവർ ചേർക്കപ്പെടുന്നത്. മദ്രസത്തുൽ അമീനിയ, ദിമഷ്കിലെ മദ്രസത്തുൽ അമീനിയിൽ അദ്ദേഹം പഠനം നടത്തുന്നുണ്ട്. ഫറഖ മിൻ തൈലീഫി വഫയാത്തുൽ അയാൻ അധ്യാപനം നടത്തുന്നുണ്ട്. പിന്നീട് വഫയാത്തുൽ അയാൻ എന്ന് പറയുന്ന തൈലീഫിൽ നിന്ന് പൂർത്തീകരണം നടക്കുന്നത് 672 ഓക്കെ. 608 അവർ ജനിക്കുന്നത്. 672 ഇതിൻ്റെ പൂർത്തീകരണം നടക്കുന്നത്. മൊത്തം ജിൽദ്, അതിൻ്റെ വോള്യം എന്ന് പറയുന്നത് 8 വോള്യമാണ്. പൂർണ്ണനാമം വഫയാത്തുൽ അയാൻ വ അംബാഉ അബിനൈസമാണ്. ഇത് പരീക്ഷയിൽ മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. വഫയാത്തുൽ അയാൻ വ അംബാഉ അബിനൈസം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിട്ടിട്ട് ചോദിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ ആലോചിച്ചാൽ മതി, കാലത്തിലെ മക്കളുടെ ചരിത്രമാണല്ലോ. അപ്പോൾ അബിന ആണ് മക്കൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയ മനുഷ്യർ എന്നുള്ള അർത്ഥത്തിലാണ്. അംബാ നബ വാർത്ത. അപ്പോൾ മക്കളുടെ ചരിത്രം എന്ന് പറയുമ്പോൾ മുദാഫിലഹി അബിന ആവണം, മുദാഫ് അംബ ആവണം. ഏറ്റവും പ്രധാനപ്പെട്ട താരീഖും തർജുമയിലൊക്കെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സോഴ്സായിട്ട് അത് പരിഗണിക്കപ്പെടുന്നു. അതിൽ അടങ്ങിയിട്ടുള്ളത് 800-ലധികം ആളുകളുടെ, 865 എന്നുള്ളതാണ് ഒരു അഭിപ്രായം, ആളുകളുടെ ചരിത്രം അതിൽ അടങ്ങിയിട്ടുണ്ട്. ഇൽമ്, അദബ്, സുനാഅത്ത്, മാല്, ഇങ്ങനെയുള്ള വിവിധ ഫന്നുകളിൽപ്പെട്ട പ്രധാനികളെയാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. സഹാബത്ത്, താബീങ്ങളെ, സഹാബത്തിൽപ്പെട്ട ഖുലഫാ, ഇവരിൽ നിന്നൊക്കെ വളരെ ചുരുക്കം ചില പേരെ മാത്രമേ പരാമർശിച്ചിട്ടുള്ളൂ. കാരണം അവരെക്കുറിച്ച് പരാമർശിക്കപ്പെടുന്ന ഒട്ടനേകം ഗ്രന്ഥങ്ങളുള്ളത് കൊണ്ട് വളരെ പ്രധാനപ്പെട്ട സഹാബത്ത് ഇത്തരം ആളുകളെയൊന്നും കൂടുതലായിട്ട് അതിൽ പരാമർശിക്കുന്നില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഖുലഫാകളെയൊന്നും അവർ പറഞ്ഞിട്ടില്ല. കാരണം ഒരുപാട് ഗ്രന്ഥങ്ങൾ വേറെ ഉണ്ടല്ലോ, അപ്പോൾ അവരെ നമ്മൾ കൂടി പറയേണ്ടതില്ല. പറയപ്പെടാത്ത ഒരുപാട് ആളുകൾ ഇതിലേക്ക് ഉൾപ്പെടുത്തി എന്നുള്ളതാണ്. അബ്ജദി ക്രമത്തിലാണ് അവർ അതിൽ ക്രോഡീകരിച്ചിട്ടുള്ളത്. ഖുറാഫാത്തുമായിട്ടുള്ള കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് അതിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല. പിന്നെ അത് ദീസലാൻ എന്ന് പറയുന്നവർ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു. ലണ്ടനിൽ വെച്ച് 1871 ആ കാലഘട്ടത്തിൽ അത് പ്രസിദ്ധീകരിച്ചു. 4 വലിയ വോള്യങ്ങളിലായിട്ട്. ചിലതിലൊക്കെ ലാറ്റിൻ്റെ തർജ്ജമ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 1908 ലേദൻ പ്രസ്സിലാണ് അത് പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. ഒരുപാട് ആളുകൾ ഇതിനെ സംക്ഷിപ്താക്കാനും ഇതിലേക്ക് കുറച്ച് ആഡ് ചെയ്യാനും ഇതിനെ നിരൂപിക്കാനൊക്കെ മുന്നോട്ട് വന്നിട്ടുണ്ട്. ചില ആളുകൾ പറഞ്ഞു, ഇവർ യഥാർത്ഥ നാമം ചിലപ്പോൾ മഷഹൂറായിട്ടുള്ളത് വേറെ പേരിലായിരിക്കും, അല്ലഖബിലോ മറ്റായിരിക്കും. അവിടെ യഥാർത്ഥ ഇസ്മലമുണ്ടല്ലോ, അത് വെച്ചിട്ടാണ് ഇവർ ഈ ഓരോ ആളുകളെയും ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഇബ്നു ഖല്ലിഖാൻ രാജാക്കന്മാർ, ഭരണാധികാരികൾ, ഇങ്ങനെ മാത്രമൊന്നല്ല പറഞ്ഞിട്ടുള്ളത്. പിന്നെയോ തഹദ്ദഥ ഫീ കിതാബിൻ കുല്ലി മൻ ലഹു ശുഹറത്തുൻ ബൈനന്നാസ് വയഖഉ സുആലു അൻ, ആളുകൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന, ആളുകൾ സ്വാഭാവികമായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള മഷ്ഹൂറായിട്ടുള്ള ഒട്ടനേകം ആളുകൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ ആളുകളും അവരവരുടെ മാതൃഭാഷയിലേക്ക് ഇതിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് വിവർത്തനം ചെയ്തിട്ടുണ്ട്. പേർഷ്യ, അതിലേക്ക് യൂസുഫ് ഉസ്മാൻ എന്നവർ, അങ്ങനെ ഇബ്നു ഔസല്ലത്ത് ഫി ഓക്സ്ഫോർഡിൽ, അങ്ങനെയുള്ള ആളുകളൊക്കെ എന്തായിട്ടുണ്ട്, അതിനെ ഉപയോഗപ്പെടുത്തുകയും മറ്റും ചെയ്തിട്ടുണ്ട്. ഇനി ഇബ്നു
ഫുതൂഹുൽ ബുൽദാൻ, ബലാദിരിയുടെ ഫുതൂഹുൽ ബുൽദാൻ എന്ന് പറയുന്ന ഗ്രന്ഥം. അബൂ ജഅഫർ, അബുൽ ഹസൻ അല്ലെങ്കിൽ അബൂബക്കർ എന്നൊക്കെ കുനിയത്തുള്ള ആളാണ് ബലാദിരി. അഹമ്മദ് ബിനു യഹ്യ, നാമം അഹമ്മദ് ബിനു യഹ്യ ഇബ്നു ജാബിർ ഇബ്നു ദാവൂദ് അൽ ബലാദിരി എന്നുള്ളതാണ്. ഖീല ഉലിദ 806 ജനിക്കുന്നത്, 892. ഇത് ക്രിസ്തു വർഷമാണ്, ഹിജറ വർഷമല്ല. ക്രിസ്തു വർഷം 806 to 892 ജീവിതകാലം. ബഗ്ദാദിലാണ് അവരുടെ ജനനം. ഉലിദ ഫി അവാഖിരി അൽ ഖർനി സാനി ലിൽ ഹിജറ. ഹിജറ നോക്കുമ്പം 2-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലാണ് ജനിച്ചിട്ടുള്ളത് എന്ന് അഭിപ്രായമുണ്ട്. അവര് ബഗ്ദാദിലാണ് വളരുന്നത്. തഖറമിൽ മുത്തവക്കിൽ, മുത്തവക്കിലിനോട് കൂടെ ഉണ്ടായിരുന്നു മുസ്തൈൻ, മുഅസ്, അങ്ങനെ അവരിലേക്കൊക്കെ എന്തായിട്ട് അദ്ദേഹത്തിൻ്റെ മകൻ, ഇങ്ങനെയൊക്കെ ഭരണാധികാരികളോട് വലിയ ബന്ധം ഉള്ള ആളായിരുന്നു അദ്ദേഹം. പേർഷ്യയിൽ നിന്ന് അറബിയിലേക്ക് വിവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ഒരു പൊസിഷനിൽ ഉണ്ടായിരുന്നു. അബ്ദുള്ള അൽ മുഅത്തസ് എന്നവരുടെ ഉസ്താദ് കൂടിയാണ് ബലാദിരി എന്ന് പറയുന്നവർ. സാഹിബുൽ ഫിഹ്രിസ്ത് പറയുന്നുണ്ട് അല്ലെ, ഫിഹ്രിസ്തിനെ കുറിച്ച് മറ്റൊരു സെഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അന്നഹു വസ്വസ ഫി ആഖിർ അയ്യാമി ഫഅഖദ അൽ ബീമാരി സലൻഹു ശരിബ തംറൽ ബലാദർ അല ഗൈർ മഅരിഫ. അറിയാതെ എന്ത് ചെയ്തു, ഇത് കഴിച്ചുപോയി, കയ്പുള്ളത് കഴിച്ചുപോയി. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പേര് ബലാദിരി എന്ന് വന്നിട്ടുള്ളത്. പൊതുവെ പറയപ്പെടുന്നത് 279 അവർ മരണപ്പെടുന്നത് എന്നുള്ളതാണ്. ഫുതൂഹുൽ ബുൽദാൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ്. അത് അദ്ദേഹത്തിൻ്റെ കിതാബുൽ ബുൽദാൻ അൽ കബീർ എന്ന് പറയുന്ന പൂർത്തീകരിക്കാൻ കഴിയാത്ത ഒരു ഗ്രന്ഥത്തിൻ്റെ സംക്ഷിപ്ത ഗ്രന്ഥമാണ് ഫുതൂഹുൽ ബുൽദാൻ. അൽ ബുൽദാൻ അൽ കബീർ എന്ന് പറയുന്ന ഒരു ബൃഹത് ഗ്രന്ഥം അതിൻ്റെ സംക്ഷിപ്തമാണ്. അതിൽ ഇസ്ലാമിക വിജയങ്ങളുമായി ബന്ധപ്പെട്ട ചരിത്രം, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതൽ അദ്ദേഹത്തിൻ്റെ കാലം വരെയുള്ള ഓരോ നാടുകളും മറ്റൊക്കെ ആയിട്ട് അതിൽ അദ്ദേഹം പരാമർശിക്കുകയാണ് ചെയ്യുന്നത്. കിതാബ് ആദ്യമായി ലേദൻ പ്രസ്സിലാണ് പ്രസിദ്ധീകരിക്കുന്നത്. ഓറിയന്റലിസ്റ്റ് ആയിട്ടുള്ള ദി ഹുവൈഹിയാണ് അതിന് നേതൃത്വം നൽകിയിട്ടുള്ളത് 870. പിന്നീട് കൈറോയിൽ വിവിധ ഘട്ടങ്ങളിലായിട്ട് പ്രസിദ്ധീകരിക്കപ്പെട്ടു. 901 ആദ്യം. പിന്നീട് സലാഹുദ്ദീൻ അൽ മുൻജിദ് 956 അതിൻ്റെ പ്രസിദ്ധീകരണം ഏറ്റെടുത്തു. ഗ്രന്ഥകാരൻ ബലാദിരി ഈ ഗ്രന്ഥത്തിൽ മുസ്ലിമുകളുടെ യുദ്ധങ്ങൾ പറയുന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലം മുതൽ അത് ക്രോഡീകരിക്കുന്ന ഗ്രന്ഥത്തിൻ്റെ കാലം വരെയുള്ള സംഗതികൾ പറയുന്നുണ്ട്. അതിൽ അദ്ദേഹം ഒരുപാട് യുദ്ധങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ഭരണപരമായിട്ടുള്ള വ്യവസ്ഥകൾ, ഇതെല്ലാം അതിൻ്റെ കൂടെ അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. അതേപോലെ ജിസിയ, ചുങ്കം, ഇങ്ങനെയുള്ള ഇസ്ലാമിക രാജ്യത്ത് നിലനിന്നിരുന്ന നികുതിയുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ചില വ്യവസ്ഥകളും അതിൽ അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. ആമുഖത്തിന് ശേഷം പറയുന്നു, ഏതാണ് ആമുഖത്തിന് ശേഷം? ബാബു ഹിജ്റത്തി അലൈഹി സ്വലാത്തു വസ്സലാം ഇലൽ മദീന. അവസാനത്തെ ബാബു എന്ന് പറയുന്നത് അമ്രുൽ ഖത്ത് എന്ന് പറയുന്നതാണ്. അവർക്ക് അൻസാബുൽ അഷ്റാഫ് എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട്. അതിന് അഖ്ബാർ വൽ അൻസാബ് എന്ന വേറെ ഒരു നാമം കൂടി ഉണ്ട്. 20 ജിൽദിലായിട്ട് പൂർത്തീകരിക്കപ്പെടാത്തൊരു ഗ്രന്ഥമാണ് അൻസാബുൽ അഷ്റാഫ് എന്നോ അല്ലെങ്കിൽ അൽ അഖ്ബാർ വൽ അൻസാബ് എന്നോ അറിയപ്പെടുന്നത്. അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ ബുൽദാനുൽ കബീർ, ബുൽദാനുൽ സഗീർ, ഇങ്ങനെയും ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിന് ഉണ്ട്. ഇനി അമാലി, ഇസ്മായിൽ അലി അൽ ഖാലിയുടെ അമാലി എന്ന് പറയുന്ന ഗ്രന്ഥം. അമാലി എന്ന് പറയുന്നത് പല ആളുകൾക്കും ഉള്ളതാണ്. ഇമാലത്ത് എന്ന് പറയുന്നതിൽ നിന്ന് അങ്ങനെ അമാലി എന്ന് പേരിടാറാണ്. ഇത് ബേസിക്കലി ഒരു ഖുത്ബയുടെ സമാഹാരമാണ്. പ്രഭാഷണ സമാഹാരങ്ങൾക്കാണ് പൊതുവെ അമാലി എന്നൊക്കെ പറയാറുള്ളത്. അപ്പോൾ അലി അൽ ഖാലിയുടെ അമാലിയാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. അബു അലി ഇസ്മായിൽ ബിനുൽ ഖാസിം അൽ ബഗ്ദാദി അൽ ഖാലി, അദ്ദേഹം ഭാഷാ പണ്ഡിതനാണ്. അദ്ദേഹം വളരുന്നത് പൗരസ്ത്യ നാട്ടിലാണ്. പിന്നീട് ഉന്ദുലുസിലേക്ക് അദ്ദേഹം നീങ്ങുകയാണ് ഉണ്ടായിട്ടുള്ളത്. 901 ജനിച്ചു, 967 മരണപ്പെട്ടു. മരണപ്പെടുന്നത് ഖുർത്തുബയിലാണ്. ഇത് ക്രിസ്തു വർഷമാണ്. 901, 967 എന്നൊക്കെ പറയുന്നത്. മനാസിക്കർ എന്ന് പറയുന്ന ദിയാറുബക്കറിൻ്റെ തുർക്കി പ്രദേശത്താണ് അവരുടെ ജനനം എന്ന് പറയുന്നത്. അദ്ദേഹം അവിടെ തന്നെയാണ് വളരുകയും ചെയ്തിട്ടുള്ളത്. നഹ്വ്, അറബ് ഭാഷ, അദബ്, ഇതൊക്കെ ഇബ്നു ദുറൈദിൽ നിന്നാണ് പഠിക്കുന്നത്. ഇബ്നു ദുസ്തവൈഹി, അതേപോലെ നഫ്തവൈഹി, സജ്ജാജ്, ഇങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട ആളുകളുടെ അടുക്കൽ നിന്നാണ് ഇത്തരം വിജ്ഞാനങ്ങൾ അദ്ദേഹം കരസ്ഥമാക്കുന്നത്. അവിടെ നിന്ന് അദ്ദേഹം എന്ത് ചെയ്തു? ഇറാഖിലേക്ക് പോയി ഇൽമു പഠിക്കാനും ഒരുപാട് കാര്യങ്ങൾ കരസ്ഥമാക്കാനും. പിന്നീടാണ് അദ്ദേഹം ഉന്ദുലുസിലേക്ക് ചെന്ന് ചേരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഉന്ദുലുസിലേക്ക് പോയി എന്ന് പറഞ്ഞു. അങ്ങനെ ഹിജറ 330, നേരത്തെ ക്രിസ്തു വർഷമാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ, 330 ഖുർത്തുബയിൽ അദ്ദേഹം എത്തിച്ചേരുന്നത്. അവിടെ അബ്ദുറഹ്മാൻ അൻ നാസിർ എന്നവരുടെ കാലമായിരുന്നു ആ കാലം. പിന്നീട് അമാലി എന്ന് പറയുന്ന ഗ്രന്ഥം, അത് 2 ജുസിലാണ് ഉള്ളത്. എന്താണ് അമാലി യഥാർത്ഥത്തിൽ? കാന യുംലി ഫിഹൽ ഖാലി മുഹാദറാത്ത് ഫിൽ ലുഗത്തി വൽ അദബ്.
ഭാഷയിലും സാഹിത്യത്തിലുമുള്ള അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളാണ് അതിലുള്ളത്. ഏത് ദിവസം? ഫി അയ്യാമിൽ അഖമിസ, വ്യാഴാഴ്ചകളിൽ ഖുർത്തുബയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രഭാഷണങ്ങളുടെ സമാഹാരമാണിത്. ഈ ഗ്രന്ഥത്തിന് നവാദിറുൽ ഖാലി എന്നും പേരുണ്ട്. ഇനി കിതാബുൽ അമാലി അബി അലി അൽ ഖാലി എന്ന് പറയുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള ഇസ്ലാമിൻ്റെ അദബിലെ ബേസിക് ആയിട്ടുള്ള റുക്കിനുകളിൽ പരിചയപ്പെടുത്തപ്പെടുന്ന 4 ഗ്രന്ഥങ്ങളുണ്ട്. ബയാനു തബീന്, ഇബ്നു ഖുതൈബയുടെ അദബുൽ കാത്തിബ്, മുബറദിൻ്റെ കാമില്, അതിനുശേഷം അമാലി. ഈ 4 ഗ്രന്ഥങ്ങളിൽപ്പെട്ട ഒരു ഗ്രന്ഥമാണ് അമാലി എന്ന് പറയുന്നത്. ഇബ്നു ഹസ്മ് പറയുന്നുണ്ട്, നവാദിർ അബ് അലി എന്ന് പറയുന്നവരുടെ നവാദിർ മുബാരിൻ കിതാബിൽ കാമിൽ, കാമിലിനോട് തന്നെ കിടപിടിക്കുന്നതാണ് മുബറദിൻ്റെ. അബു അബ്ബാസിൻ്റേതാണ് കൂടുതൽ നഹവും ഖബറൊക്കെ ആണെങ്കിൽ അബു അലിയുടേത് കൂടുതൽ ലുഗത്തും ഷീറും ഒക്കെയാണ് എന്ന് ഇബ്നു ഹസ്മ് ഈ ഗ്രന്ഥത്തെക്കുറിച്ച് അഭിപ്രായപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ പറയുന്ന നമ്മുടെ വഫയാത്ത്, അതേപോലെ ഫുതൂഹ്, അതേപോലെ അമാലി, ഈ 3 ഗ്രന്ഥങ്ങളെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഫുതൂഹുൽ ബുൽദാനും വഫയാത്തുമൊക്കെ പലപ്പോഴും ചോദ്യങ്ങളായി വന്നിട്ടുള്ളതാണ്. അമാലിയും ചെറിയ രീതിയിൽ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഇവരുടെയൊക്കെ ഇസ്മ്, അതേപോലെ കുനിയത്ത്, ലഖബ് ഇതൊക്കെ ഓർത്തു വെക്കുന്നത് നന്നായിരിക്കും. അടുത്തൊരു സെഷൻ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.